നമ്മുടെ ഗ്രാമത്തെ നാം കുറെ കൂടെ അടുത്തറിയുകയാണ് ഈ കാഴ്ചകളിലൂടെ. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് മൈലം. വിശാലമായ നെൽപ്പാടങ്ങൾ, കുന്നിൻപുറങ്ങൾ, മലഞ്ചെരുവുകൾ, വലിയ പാറക്കൂട്ടങ്ങൾ കൊണ്ട് അതിമനോഹരമാണ് ഈ ഭൂപ്രദേശം. മൈലം ഗ്രാമത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിൽ കലയൻ എന്ന രാജാവ് ഇവിടെ ഭരിച്ചിരുന്നു. മൈലം ദേശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കലയപുരം. ക്രിസ്തുവർഷം 500-ാം ആണ്ട് വരെ ഇവിടെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ഇവിടെ വലിയൊരു പട്ടണവും മഹത്തായ സംസ്കാരവും നിലനിന്നിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഈ രാജവംശം നശിപ്പിക്കപ്പെട്ടു. പ്രാചീന കലകളായ കുറവറുകളി, പുലയറുകളി, കോൽക്കളി ഇവിടെ ഇപ്പോഴും നടത്തിവരുന്നു. വില്ലുപാട്ട്, കാക്കരശി നാടകം, ഓട്ടംതുള്ളൽ എന്നിവ അവതരിപ്പിക്കുന്ന ഒരു കലാക്ഷേത്രം താമരക്കുടിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. മൈലം ദേശത്തിന് ദൈവം നൽകിയ പ്രത്യേക വരദാനമാണ് ആയിരവല്ലിപ്പാറ. ആയിരവല്ലിപ്പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന അതിമനോഹരമായ കാഴ്ച ഏവരെയും അതിശയിപ്പിക്കുന്നതാണ്. ഈ പാറയ്ക്ക് ചുറ്റുമുള്ള ഏതാണ്ട് 20 കിലോമീറ്ററിന് അധികം ദൂരമുള്ള സ്ഥലങ്ങളെ ഈ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് ദർശിക്കാവുന്നതാണ്. അടിയിൽ അധികം ഉയരമുള്ള ഈ പാറയുടെ മുകൾ പരപ്പിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കുളമുണ്ട്. വളരെയധികം ഐതിഹ്യങ്ങൾ ഈ കുളവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഇടയിൽ ഉണ്ട്. ഇഞ്ചക്കാട്ട് ഒരു ചേറ്റുകണ്ടത്തിൽ കാളയെ വെച്ച് പൂട്ടിക്കൊണ്ടിരുന്ന ഒരു കർഷകൻ ആ ചേറ്റുകണ്ടത്തിൽ താണുപോയി എന്നും ഈ പാറയുടെ മുകളിലുള്ള കുളത്തിൽ പൊന്തി വന്നു എന്നുമാണ് ഐതിഹ്യം. താഴ്വാരത്തിൽ നിന്നും പാറയുടെ മുകളിൽ എത്താൻ 600 അടി നാം കയറണം. കിഴുക്കാംതുക്കായ പാറ, വിശാലമായ മുകൾപ്പരപ്പ്, ആയിരവല്ലിപ്പാറ മൈലം ദേശത്തിൻ്റെ ഭംഗി കൂട്ടുന്നു എന്ന് മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ആരാധന സ്ഥലം കൂടിയാണ് ഈ ആയിരവല്ലിപ്പാറ.
ദേശത്തിലൂടെ ഒഴുകുന്ന ഒരു വലിയ തോടാണ് പുലമൺ തോട്. മൈലം ദേശത്തിന് ആവശ്യമായ ജലം ലഭിക്കുവാൻ പുലമൺ തോട് സഹായിക്കുന്നു. 12 മാസവും പുലമൺ തോട്ടിൽ ജലം ലഭ്യമാണ്. പുലമൺ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന അനേകം ചെറു അരുവികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അരുവികളാണ് കീരിമൺ തോടും ചാന്തരത്തിൽ തോടും. ഒരു പനിനീർ പൂ പോലെ അത് ഒഴുകുന്നു. അതിന് കുറുകെ ചെറിയ അണക്കെട്ടുകളും ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയായ കൊല്ലം ചെങ്കോട്ട ഈ പഞ്ചായത്തിൻ്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. റെയിൽപാത പുലമൺ തോടിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നു. ഈ റെയിൽപാത കടന്നു പോകുന്ന പാലത്തിന് 4 കണ്ണറ പാലം എന്ന് അറിയപ്പെടുന്നു. 4 കണ്ണറ പാലം മൈലം ദേശത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. മൈലം ദേശത്തിൻ്റെ നടുവിലായി കാണുന്ന മറ്റൊരു വലിയ പാറയാണ് കുളപ്പാറ. പുലമൺ, കൊട്ടാരക്കര, മൈലം, താമരക്കുടി, കലേപുരം, ഇഞ്ചക്കാട് തുടങ്ങിയ പ്രദേശങ്ങൾ ഇവിടെ നിന്നാൽ കാണാവുന്നതാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ പ്രധാന റോഡായ MC റോഡും മൈലം പ്രദേശത്തുകൂടെ കടന്നു പോകുന്നു.
പുരാതനമായ അനേകം ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് മൈലം ക്രിസ്തോസ് മാർത്തോമ ഇടവക. അതോടൊപ്പം നമുക്ക് കാണാൻ കഴിയും സിറിയൻ ഓർത്തഡോക്സ് ദേവാലയം, മലക്കര കത്തോലിക്ക ദേവാലയം, മുസ്ലിം പള്ളി, അതിപുരാതനമായ മൈലം ദേവി ക്ഷേത്രം എന്നിവ ഈ ദേശത്തിൻ്റെ തിലകക്കുറിയായി സ്ഥിതി ചെയ്യുന്നു. ഇത് അർജുൻ. ഇക്കഴിഞ്ഞ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കഥാപ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മൈലം ദേശത്തിൻ്റെ പുത്രൻ ആർ അർജുൻ കാശ്മീർ ഭീകര ആക്രമണവുമായി ബന്ധപ്പെടുത്തി ദേശസ്നേഹി എന്ന കഥയാണ് അവതരിപ്പിച്ചത്. ആ കഥാപ്രസംഗത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ. മതങ്ങളല്ല മനുഷ്യനു മഹിതം, ജാതികളല്ല മനുഷ്യന് സുകൃതം. മതങ്ങളല്ല മനുഷ്യനു മഹിതം, ജാതികളല്ല മനുഷ്യന് സുകൃതം. മനസ്സിനുണരും സ്നേഹമതൊന്നാണുലകിൽ ശാന്തി പുലർന്നിടാൻ. മനസ്സിനുണരും സ്നേഹമതൊന്നാണുലകിൽ ശാന്തി പുലർന്നിടാൻ. കാശ്മീരിലെ കുപ്വാരിലെ ലലാബ് താഴ്വരയിലൂടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ സേന വ്യൂഹത്തിനു നേരെ ഒരു മിന്നൽ ആക്രമണം. ഗ്രനേഡുകളും ബോംബുകളും വീണ് പൊട്ടിച്ചിതർന്നു. ലലാബ് താഴ്വരയിലൂടെ പാക് അധീന കാശ്മീരിലേക്ക് കടക്കാൻ ശ്രമിച്ച 5 അംഗ തീവ്രവാദി സംഘം ഇതാ സൈന്യവുമായി ഘോരമായ പോരാട്ടത്തിലാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വീറുറ്റ പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ആ ശക്തികൾക്കായില്ല. 2 പേർ തൽക്ഷണം വെടിയേറ്റ് മരിച്ചു. 2 പേർ കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഒരാളിതാ സൈന്യത്തിന് പിടിയിലായി. പിടിയിലായ തീവ്രവാദിക്ക് നേരെ തോക്ക് ചൂണ്ടി സൈന്യത്തലവൻ, പറയടാ, നിങ്ങൾ ഏത് സംഘത്തിൽപ്പെട്ടവരാണ്? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ആരൊക്കെയാ രക്ഷപ്പെട്ടത്? പറയടാ. സമ്മർദ്ദമേറിയപ്പോൾ അവൻ എല്ലാം പറഞ്ഞു. ഞങ്ങളൊരു ഭീകര സംഘടനയിലെ അംഗങ്ങളാണ്. മുന്നേ ഫസലുമാണ് രക്ഷപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുവാൻ, നിരപരാധികളെ കൊന്നൊടുക്കാൻ, രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഇതാ ഒരു സംഘം തീവ്രവാദികൾ. വിഘടന വിധ്വംസക ചിന്തകളിൽ വിരളി പിടിച്ചലയുന്നൊരു വൃന്ദം. വിഘടന വിധ്വംസക ചിന്തകളിൽ വിരളി പിടിച്ചലയുന്നൊരു വൃന്ദം. വിമല മനോഗതി പൂണ്ടൊരു ജനതയിൽ വിഷബീജത്തെ വളർത്തി നിത്യം. വിമല മനോഗതി പൂണ്ടൊരു ജനതയിൽ വിഷബീജത്തെ വളർത്തി നിത്യം. പ്രിയമുള്ളവരെ, തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 100 കണക്കിന് ധീര ജവാന്മാരുടെ സ്മരണയ്ക്ക് മുൻപിൽ ഒരു പിടി സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു ദേശസ്നേഹി. ഇന്ന് കാണുന്ന ഈ കുന്നിൻപുറങ്ങളും മലഞ്ചെരുവുകളും വലിയ പാറക്കൂട്ടങ്ങളും പുഴകളും തോടുകളും കൊണ്ട് മനോഹരമാണ് ഈ ഭൂപ്രദേശം.
എത്ര നാൾ ഇങ്ങനെ കാണപ്പെടുമെന്ന് ആശങ്കയിലാണ് വരും തലമുറ. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെ കവിതയിലെ 2 വരികൾ ഓർത്തുകൊണ്ട് കാഴ്ചകൾ എന്ന ഈ പരിപാടി ഇവിടെ ഉപസംഹരിക്കുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും.